ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് സോയ ചങ്ക്സ് മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. സോയ ചങ്ക്സ് റോസ്റ്റ് എന്നും പറയാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, അത് നമ്മൾ കുതിർത്ത് വെക്കേണ്ട, അതുപോലെ ഫ്രൈയും ചെയ്യേണ്ട. എന്നാൽ ഇതിൻ്റെ ടേസ്റ്റോ വേറെ ലെവലാണ് കേട്ടോ. അപ്പം നമ്മൾ ഫ്രൈ ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റിലും ഈസി ആയിട്ട് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 100 ഗ്രാം സോയ ചങ്ക്സ് ആണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇത് 3 പ്രാവശ്യം കഴുകി എടുത്തതാണ്. വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർക്കുക. അപ്പം നമ്മൾ പ്രഷർ കുക്കറിൽ വേവിക്കുന്നതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് 1/2 ടീസ്പൂൺ ഗരം മസാലയാണ്. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു 3 വിസിൽ വരുന്നത് വരെ വേവിച്ചാൽ മതി. എന്നിട്ട് ആവിയൊക്കെ പോയതിന് ശേഷം തുറക്കുക. അപ്പോൾ ഇതിലെ ആവിയെല്ലാം പോയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഗരം മസാല ചേർത്ത് വേവിച്ചതുകൊണ്ട് തന്നെ ഈ സോയ ചങ്ക്സിന് ഒരു വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ആ ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. പിന്നെ നമുക്കിതിലേക്ക് ഇടാനുള്ളത് ഒരു പച്ചമുളക് നെടുകെ കീറിയതാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ വേണ്ടത് സവാളയാണ്. ഞാനിവിടെ 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവാള പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ സവാള വാടിയതിന് ശേഷം വേണം അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. പിന്നെ ഞാനിവിടെ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ. ചിക്കൻ മസാലയ്ക്ക് പകരമാണെങ്കിൽ ബീഫ് മസാല ചേർത്താലും മതി. പിന്നെ കാശ്മീരി റെഡ് ചില്ലി പൗഡർ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിൻ്റെയൊക്കെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കറിവേപ്പിൻ്റെ ഇലയാണ്. പിന്നെ ഒരു തക്കാളിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ നല്ല പുളിയുള്ള തക്കാളിയൊക്കെ ആണെങ്കിൽ 1/2 തക്കാളി എടുത്താൽ മതി. ഞാനിവിടെ നല്ല പഴുത്ത റെഡ് കളറുള്ള തക്കാളി ആയതുകൊണ്ട് ഒരു മീഡിയം വലിപ്പത്തിലുള്ള തക്കാളിയാണ് ചേർത്തത്. ഇനിയിപ്പോൾ ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. തക്കാളി നന്നായി വെന്തുടയണം. അപ്പോൾ തക്കാളി ഇവിടെ നല്ല റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിൻ്റെ മുകളിലേക്ക് 1 കപ്പ് തിളച്ച വെള്ളം കൂടി ചേർക്കണം. അപ്പോൾ ആൾറെഡി നമ്മൾ സോയ ചങ്ക്സ് വേവിച്ചതാണ്. എന്നാലും ഇനി മസാലയിലിട്ടൊന്നും കൂടെ വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 20 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും മസാലയൊക്കെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് സോയ ചങ്ക്സ് മസാലയാണ് വേണ്ടതെങ്കിൽ ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കാം. ഇനിയിപ്പോൾ റോസ്റ്റ് ആയിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാനിപ്പോൾ എന്താണെങ്കിലും റോസ്റ്റ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ സോയ ചങ്ക്സ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ഈ സോയ ചങ്ക്സ് റോസ്റ്റിൻ്റെ പ്രത്യേകത, നമ്മളിത് കുതിർത്ത് വെക്കുന്നില്ല, അതുപോലെ പിഴിഞ്ഞെടുത്ത് ഫ്രൈ ചെയ്യൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ ഒത്തിരി ടൈം വേണം. എന്നാൽ അതിനേക്കാൾ ടേസ്റ്റിലാണ് നമ്മളിപ്പോൾ ഈ സിമ്പിൾ സോയ ചങ്ക്സ് റോസ്റ്റ് ഇവിടെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനടുത്ത് കാണുന്ന ഒരു ബെൽ ബട്ടൺ ഉണ്ടാവും, അതും ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻ വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ വേണം കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്